കൂത്താട്ടുകുളം കാക്കൂരിൽ ഇക്കുറി ആവേശം വിതറി പ്രാചീന കൃഷിരീതികളുടെ ഓർമ്മ പുതുക്കലും കന്നുകൂട്ട് മഹോത്സവവും നടന്നു. കാളവയൽ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രാചീന കൃഷിരീതികൾ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ നടന്നത്. കൂത്താട്ടുകുളം കാക്കൂരിൽ വലിയ ആവേശത്തോടെയാണ് പ്രാചീന കൃഷിരീതികളുടെ ഓർമ്മ പുതുക്കലും കന്നുകൂട്ട് മഹോത്സവവും നടന്നത്. കാളവയൽ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രാചീന കൃഷിരീതികൾ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ നടന്നത്. കാളക്കൂറ്റന്മാരുടെ ഉശിരും കർഷകരുടെ മേക്കരുത്തും പ്രകടമാകുന്ന കന്നുകൂട്ട് മത്സരങ്ങൾ ആവേശത്തോടെ ജനങ്ങൾ ഏറ്റെടുത്തു. കൊട്ടാരക്കര, പത്തനംതിട്ട, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് കാക്കൂരിലെ കാളവയൽ നഗരിയിൽ കന്നുകൂട്ട് മത്സരത്തിന് കാളകളുമായി എത്തിയത്. എനിക്ക് സ്വന്തമായിട്ട് തന്നെ 4-5 ജോഡി കാളകൾ തന്നെയുണ്ട്. ഇതൊരു എൻ്റെ വീട്ടിൽ കുടുംബം എന്ന് പറയുന്നത് പണ്ട് കർഷക കുടുംബമായതുകൊണ്ട് അതിനോട് ചെറിയ വാസന ഉള്ളത് കൊണ്ടാണ് ഈ കാളയെ നിർത്തിയത്. അപ്പം ഇവിടെ സംഘാടകർ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ കാളയെ സെറ്റ് ചെയ്ത് മരമടിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കയർട്ടടിക്ക് 1ാം സ്ഥാനം, 1, 3, സ്പീഡിന് 1, 2 എല്ലാ സ്ഥാനങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. പിന്നെ കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് മരമടി മത്സരം നടക്കാറുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ആദിദേവ് പാലാഴി ചിറക്കര എന്നവരുടെ ആധിപത്യം നമ്മുടെ ഒരു ടീമാണ്. നമ്മുടെ ഈ മരമടി മത്സരത്തിൽ ഇന്നിറങ്ങിയ കാളയോടെ സഹകരിക്കുന്ന എല്ലാവരും ചേർന്ന ഒരു ടീം വർക്കിൻ്റെ ഫലമാണ് ഇന്ന് കാക്കൂർ കാളവയൽ 2026 മരമടി മത്സരം. അത് ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, കാരണം ഒരു ജോഡി കാള കൊണ്ടുവന്ന് ഇത്രയും പ്രൈസ് പിടിച്ചുകൊണ്ട് പോകുന്ന റെക്കോർഡും കൂടെ ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കയറിട്ടടി മത്സരം, സ്പീഡ് എന്നിങ്ങനെ 2 ഇനങ്ങളിലായാണ് കന്നുകൂട്ട് മത്സരം നടന്നത്. കൊല്ലം, പത്തനാപുരം, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ പ്രത്യേക സംഘമാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. മത്സരത്തിന്റെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും അനവധി പേരാണ് ഇന്നോട് കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതുതലമുറയ്ക്ക് പലപ്പോഴും മനസ്സിലാക്കാനോ അവരുടെ ശ്രദ്ധയിലോ പോലും വരാത്ത കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ഉദ്യമവും നമ്മൾ ഈ കാളവയലിനോടനുബന്ധിച്ച് എടുക്കുകയാണ്. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ കാളയോട്ട മത്സരങ്ങൾ ഉൾപ്പെടെ എല്ലാം സാധൂകരിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ നമ്മുടെ നിയമസഭ ഉൾപ്പെടെ പാസ്സാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു, അത് ഏതാണ്ട് 8-9 വർഷത്തെ നിരന്തരമായ നമ്മുടെ പരിശ്രമത്തിന് ഒരു വലിയ ചുവടുവെപ്പ് നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 2025 ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കാളവയലാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന പ്രത്യേകതയും കൂടി ഞാൻ പറയുന്നു. എല്ലാ വർഷവും ഞാൻ ഈ വേദിയിൽ വന്ന് ഉടനെ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവും എന്ന് പറയുമ്പോൾ, ഈ വർഷം എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, ആ നിയമം നിയമസഭ പാസ്സാക്കി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ്. നമ്മൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങളെ നമുക്ക് കൂടുതൽ ക്രമവൽക്കരിക്കുവാൻ കഴിയുമെന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി ജിനോയ് അധ്യക്ഷത വഹിച്ചു. കാളവയൽ സംഘാടക സമിതിയുടെ ഭാരവാഹികളായ തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വർഗീസ്, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ജോർജ്, ബിനോയ് കള്ളാട്ടുകുഴി, സിനു കാക്കൂർ എന്നിവരാണ് നേതൃത്വം നൽകിയത്. മത്സര പരിപാടികൾ കാണാനായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് എത്തിയത്. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.